ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വചനം 2 കൊരിന്ത്യർ 8:9 പലരും ഈ വചനം ഉപയോഗിക്കുന്നത് സമ്പത്ത്, പണം, സമൃദ്ധി എന്നിവയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള വിവരണമായിട്ടാണ്. അവൻ ദരിദ്രനായി നിങ്ങൾ ധനവാന്മാരാകേണ്ടുന്നതിന്. ഇത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അതിലും ആഴമുള്ളൊരു കൃപയുടെ രഹസ്യമുണ്ടോ? ഈ വചനം നമുക്ക് ശരിയായി തുറന്നു നോക്കാം. ഈ വചനത്തെ പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണ്, ആർക്കാണ് ഇത് എഴുതിയത്, എന്തുകൊണ്ട് ധനവാനെന്നും ദരിദ്രനെന്നും ഈ പദം ഉപയോഗിച്ചു? ഇത് സാമ്പത്തിക സമൃദ്ധിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ ക്രൂശിലെ കൃപയെക്കുറിച്ചാണോ? ഈ വചനങ്ങളിലൂടെ തന്നെ നമുക്കതിനെ പരിശോധിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടുന്നതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 കൊരിന്ത്യർ 8:9. യേശുവിൻ്റെ കൃപ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. സ്വർഗത്തിൻ്റെ മഹത്വം, അത്രത്തോളം മഹത്വം പൂർണ്ണവനായിട്ടുള്ള ധനവാനായിരുന്നു നമ്മുടെ യേശു ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തു അവിടെ ദരിദ്രനായി, മനുഷ്യനായി, ക്രൂശു വരെ അനുസരിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. ദരിദ്രനായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു തൻ്റെ മഹത്വം എല്ലാം വെടിഞ്ഞുകൊണ്ട് തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവിടെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്തത്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു, പിതാവിനെ അനുസരിക്കാൻ തയ്യാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു വചനത്തെ മനസ്സിലാക്കണം. ഇതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ല. ഇത് യേശു എങ്ങനെയാണോ തൻ്റെ കൃപയാൽ ഈ ലോകത്ത് നിന്നത്, അതുപോലെ തന്നെത്താൻ താഴ്ത്തി നമ്മളും എത്രയൊക്കെ ധനവാന്മാരായിരുന്നാലും മറ്റുള്ളവരെ കൊടുക്കുവാനും അവരെ ചേർത്ത് നിർത്താനും ദൈവം ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കുക. യേശു ക്രിസ്തു ധനവാനായിരുന്നു. എന്ത് ധനമാണെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇത് ഭൂമിയിലെ സമ്പത്തല്ല. യേശു ഭൂമിയിൽ വന്നപ്പോൾ കൊട്ടാരത്തിലല്ല ജനിച്ചത്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിനെ എടുത്ത് ആ പുൽത്തൊട്ടിയിൽ കിടത്തിയതുമൊക്കെ നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ളതോ, നമ്മൾ സാധാരണ രീതിയിൽ പറയില്ലേ, വായിൽ പൊൻകരണ്ടിയുമായി ജനിച്ചവനാണെന്ന്. അങ്ങനൊന്നും ജനിച്ചല്ല. അപ്പോൾ യഹൂദന്മാർ എങ്ങനെയായിരുന്നു മിശിഹായുടെ വരവിനെ അവർ പ്രതീക്ഷിച്ചിരുന്നത്? രാജകൊട്ടാരത്തിൽ രാജകുമാരനായി സർവ്വസുഖങ്ങളോടും കൂടി വന്ന് ജനിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് യേശു ക്രിസ്തു വന്ന് പിറന്നത് മറിയ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൾ, അവളുടെ ഉള്ളിൽ വന്നു യേശു ക്രിസ്തു പിറന്നു. ഭൂമിയിലേക്ക് ജനിച്ചു വീണതുപോലും സ്വന്തമായിട്ട് ഒന്നുമില്ലാതിരുന്ന സ്ഥലത്തേക്ക് ജനിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഒന്നുമില്ല. എത്ര വലിയ ധനവാനായിട്ട്, എത്ര മഹത്വപൂർണതയിൽ ഇരിക്കേണ്ടുന്ന നമ്മുടെ ദൈവം അവിടെ സാധാരണ ഒരു മനുഷ്യനായി വന്ന് ഭൂമിയിൽ പിറന്നു. സ്വർഗസ്ഥമായിട്ടുള്ള ഒരു സ്ഥാനത്തെ വിട്ട് ആദിയിൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ മഹിമയൊക്കെയും യാതൊരു അധികാരവും യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ അധികാരത്തെ ഒന്നും തന്നെ താൻ എടുക്കാതെ, അതിൻ്റെ മഹിമയെ ഒന്നും തന്നെ കൊണ്ടുവരാതെ ഒരു സാധാരണ മനുഷ്യനായി വന്ന് ഭൂമിയിലേക്ക് ജനിച്ചു. അതാണ് തന്നെത്താൻ താഴ്ത്തി വന്നെന്ന് പറയുന്നത്. അപ്പൊ ആ ധനവാനായിരുന്ന, സകലത്തിനും അധികാരിയും സകല മഹത്വവും ഉണ്ടായിരുന്ന യേശു ക്രിസ്തു പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന മഹിമ അവിടെ വെച്ചൊഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. യേശു ക്രിസ്തു സൃഷ്ടിയുടെ കർത്താവാണ്, നമ്മൾ അറിയുന്നുണ്ട്. ദൂതന്മാർ ആരാധിച്ച മഹത്വവും അവൻ ഉണ്ടായിരുന്നു. അതൊക്കെയും വിട്ടൊഴിഞ്ഞ് അവൻ എല്ലാ സ്വന്തവും വിട്ടൊഴിഞ്ഞ് സാധാരണ സ്വന്തമെന്ന് വിചാരിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് വന്നതാണ് നമ്മുടെ നാഥൻ യേശു ക്രിസ്തു. സകലതും വിട്ട്
താഴേക്ക് ഇറങ്ങി വന്നു. ഇന്ന് നമ്മളോടുമുള്ളൊരു ദൂത് ഇതാണ്. നാം എത്രയൊക്കെയോ ഉന്നതങ്ങളിലായിരുന്നോട്ടെ, ജോലിയുടെ തലങ്ങളിലായിരുന്നാലും, നമ്മൾ ഏറ്റവും വലിയ പൊസിഷനിലായിരുന്നോ കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലായിരുന്നാലും എല്ലാം നമ്മൾ ഏറ്റവും നല്ല പൊസിഷനിലായിരുന്നുള്ളട്ടെ, അവിടെ നിന്നൊക്കെയും നമ്മൾ താഴ്മയോടുകൂടി താഴേക്ക് ഇറങ്ങിയിരിക്കുവാൻ, താഴേക്ക് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരീയമായിട്ട് ഇരിക്കുന്ന കസാരയിൽ നിന്ന് എണീറ്റ് താഴെ ഇരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് ഒരു താഴ്മ ധരിച്ച് എന്തൊക്കെ സമ്പത്തുകൾ ഉണ്ടായാലും അതിനെയൊക്കെയും വിട്ടൊഴിയുന്നൊരു മനോഭാവം, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക, യേശുവിന് നമ്മെ സഹായിക്കാൻ ദരിദ്രനാകേണ്ടെന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ നമ്മെ സ്നേഹത്താൽ തിരഞ്ഞെടുത്തു. സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു കൊള്ളാൻ വേണ്ടിയിട്ട് യേശു തന്നെ ത്യജിച്ചു കൊടുത്തു. അത് നമ്മോടുള്ള സ്നേഹമാണ് അവിടെ ഓർമ്മിക്കുന്നത്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ധനവാനായിരുന്നത് നമ്മൾ കണ്ടു. ഇനി ദരിദ്രനായി. ഈ ദാരിദ്ര്യം എന്ത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് ദരിദ്രനായി. യേശുക്രിസ്തു ധനവാനായിരുന്നു, എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് യേശു ദരിദ്രനായി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യേശു എനിക്ക് വേണ്ടിയിട്ട് ദരിദ്രനായി. യേശു എനിക്ക് വേണ്ടിയിട്ട് ദരിദ്രനായി. പ്രിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യേശു ദരിദ്രനായി. ഒരു മനുഷ്യ ജനനമെടുത്തുകൊണ്ട് യേശുക്രിസ്തു സ്വർഗീയ മഹത്വം വിട്ടിറങ്ങി. സൃഷ്ടാവായവൻ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു. രാജാതിരാജനായിരുന്നവൻ ഒരു സാധാരണ കുടുംബത്തിലേക്ക് വന്ന് ജനിച്ചു. ഇത് സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല കാണിക്കുന്നത്, ആ ഒരു സ്ഥാനത്തിൻ്റെ താഴ്മ അവിടെ കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഉന്നത കുലത്തിൽ ജനിച്ചവരായിരിക്കാം, എല്ലാം ഉണ്ടായിരുന്നിട്ടും പക്ഷെ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരായിരിക്കാം. ഒരു പക്ഷെ നമ്മുടെ ഈ ലോകത്തിലെ വാസത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം കിടന്ന് ബുദ്ധിമുട്ടുന്ന ജനങ്ങളായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും, നാം എന്തവസ്ഥയിലാണെങ്കിലും നാം ആ ഒരു യേശുവിനെ ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് വേണ്ടിയിട്ട് ദരിദ്രനായി തീർന്ന ആ ഒരു ദൈവത്തെ, മനുഷ്യനായി തീർന്ന ആ ഒരു ദൈവത്തെ നമ്മൾ ഓർത്തുകൊള്ളുക. ആ ദരിദ്രനായിട്ടുള്ള യേശുവിൻ്റെ ജീവിതം എവിടം വരെയാണ് ഉണ്ടായിരുന്നത്? ക്രൂശ് വരെ നിന്ന് മുന്നോട്ട് പോയി. ക്രൂശ് വരെ മുന്നോട്ട് പോയി. യേശുവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? നിരസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, നഗ്നനാക്കി, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ആമേൻ. ഇന്ന് നമ്മളെ ചിലർ തിരസ്കരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദനയാണ്. നാം ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ ഒരു വാക്ക് പറഞ്ഞ് നമ്മളെ നോവിച്ചാൽ നമുക്ക് എന്തുമാത്രം വേദന വരും. അവിടെ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ യേശുവിനെ നിരസിച്ചു. എന്തുമാത്രം രീതിയിൽ അപമാനിക്കപ്പെട്ടു. മുഖത്ത് തുപ്പി, അടിച്ചു, ചമ്മട്ടികൾ കൊണ്ടുള്ള അടികൾ, മുൾക്കിരീടം ചൂടി, പരിഹസിച്ച് രാജാതിരാജനായ ദൈവത്തെ അത്രത്തോളം മനുഷ്യർ നശിപ്പിച്ച് വലിച്ചു കീറിയൊരവസ്ഥയല്ലേ ഉണ്ടായത്? ഇന്ന് നമ്മളെയും ചിലർ അങ്ങനെ അപമാനിച്ച് വലിച്ചു കീറുകയല്ലേ? നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ പറഞ്ഞ്, നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഇല്ലായ്മകളെ ചൂണ്ടിക്കാട്ടി, നമ്മുടെ നിറത്തെ ചൂണ്ടിക്കാട്ടി, നമ്മുടെ ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ട് ഓരോരുത്തർ അപമാനിക്കുകയല്ലേ? യേശുവിന് പിന്നെ അവർ ചെയ്ത എന്താണ്? നഗ്നനാക്കി. നമ്മുടെയും നമ്മുടെ വ്യക്തിത്വത്തെ ഇന്ന് അനാവരണം ചെയ്ത് അനാച്ഛാദനം ചെയ്യുകയാണ്. ആൾക്കാർ വലിച്ചു കീറുകയാണ്. നമ്മളെ നഗ്നരാക്കുന്ന രീതിയിൽ, അത്രയും ലജ്ജ വരുന്ന രീതിയിൽ നമ്മളെ അപമാനിക്കുന്നുണ്ട്. നമ്മളെ ക്രൂശിൽ തറയ്ക്കുന്നത് ഇന്ന് ചില വാക്കുകൾ കൊണ്ടാണ്, ചിലരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ ദിനം പ്രതി ഇങ്ങനെ ക്രൂശിച്ചു കൊണ്ടേയിരിക്കുന്ന നമ്മുടെ അനുഭവമെങ്കിൽ, അവിടെ രാജാതിരാജനായിരുന്ന കർത്താവായിരുന്ന നമ്മുടെ ദൈവം ഇതൊക്കെയും ഈ ലോകത്തിൽ അനുഭവിച്ചു. ദരിദ്രനായി വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ദൈവിക മഹത്വത്തെ അവിടെ മറച്ചു വെച്ചു.
അത് ദൈവം വലിയ രീതിയിൽ എടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ദൈവമാണ്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പാപം ഞാനിവിടെ മോചിക്കുകയാണെന്നും പറഞ്ഞിവിടെ വന്നതല്ല. എളിമയോടും താഴ്മയോടും ദയോടും മനസ്സലിവോടും അങ്ങേയറ്റം മനുഷ്യരോടുള്ള സ്നേഹത്താലും ഇവിടെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെട്ടില്ല. കാരണം യേശു അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് വന്നത്. തന്നെത്താൻ താഴ്ത്തിയാണ് ഇവിടേക്ക് വന്നത്. ദൈവത്തോടുള്ള ആ ഒരു സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ അവിടെ തന്നെ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു വിളങ്ങി. എന്താണ്? തൻ്റെ മഹത്വം ഒന്നും തൻ്റെ അധികാരത്തെ ഒന്നും ദൈവം എടുത്തോണ്ട് വന്നില്ല. അധികാരം മൊത്തവും പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഒരധികാരവും അവകാശങ്ങളും ഒന്നുമില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി ഇവിടെ വന്നു. ആലോചിച്ച് നോക്കിയേ, നമ്മളാണെങ്കിൽ നമ്മളിരിക്കുന്നിടം വിട്ടുകൊടുക്കൂ, നമ്മുടെ സമ്പത്ത് നമ്മൾ വിട്ടുകൊടുക്കൂ, നമ്മുടെ അധികാരത്തെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? എന്നാൽ യേശു അവിടെ ചെയ്തത് തൻ്റെ അധികാരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ ധനവാന്മാരാകേണ്ടുന്നതിന്. അപ്പം നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഈ ലോകത്തിലെ ധനമെന്നാണ്. എന്താണ് ഈ ധനം? പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ധനവാന്മാരാകണം. അപ്പം യേശുവിനെ വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ സകല ധനവും നമ്മുടെ പോക്കറ്റിനകത്തിരിക്കും, സകല മാനവും പുകഴ്ചയും എല്ലാം എനിക്ക് ഉണ്ടാകും, വലിയ വലിയ താമസ സ്ഥലങ്ങളും ഈ ലോകത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്കുണ്ടാകുമെന്നാണ്. കാരണം യേശു അതിനു വേണ്ടിയിട്ടല്ലേ എനിക്ക് വേണ്ടിയിട്ട് വന്ന് മരിച്ചതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കുക, ധനവാന്മാരാകുക എന്ന് പറഞ്ഞാൽ പണം, ബിസിനസ്, ബാങ്ക് ബാലൻസ് ഇത് മാത്രമാണോ? ഇതില്ല എന്ന് പറയുന്നില്ല. ഇത് മാത്രമാണോ? അത് മാത്രമല്ല. അവിടെ ആത്മീയ സമ്പത്ത് നമ്മളിൽ ഉണ്ടാകണം. ആത്മീയ സമ്പത്ത്. നാം എന്തായിരുന്നു? പാപത്തിൽ ദരിദ്രരായിരുന്നു. നമ്മിൽ ഒട്ടും കൃപയുണ്ടായിരുന്നില്ല, ഒട്ടും നീതി ഉണ്ടായിരുന്നില്ല. നാം പാപത്തിലായിരുന്നു. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ശൂന്യരായിരുന്നു. ആ ശൂന്യത എവിടെ മുതലുണ്ടായി? ആദാമിൻ്റെ പാപം മുതലുണ്ടായതാണ് ആ ശൂന്യത. അവിടെ നമ്മൾ ഈ ലോകത്തിൽ വന്ന് പിറന്നു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവില്ലാത്തൊരു ജീവിതം പ്രത്യാശയില്ലാത്ത ജീവിതമാണ്. അപ്പം ഈ വിധ കാര്യങ്ങൾ, പാപത്തിൽ ദരിദ്രരായിരുന്നു, ദൈവബന്ധത്തിൽ നമ്മൾ ശൂന്യരായിരുന്നു, പ്രത്യാശയില്ലാവരായിരുന്ന നമ്മളെ അവൻ്റെ ദാരിദ്ര്യം കൊണ്ട് അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷയും ക്ഷമയും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന സ്ഥാനവും കിട്ടിയത്. രക്ഷ നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. നമ്മുടെ പാപങ്ങളെ വഹിക്കാൻ ആര് വരുമായിരുന്നു? പിശാചിനൊപ്പം അവൻ്റെ അടിമത്വത്തിലേക്ക് പോയി അവനൊപ്പം നിത്യ നരകത്തിൽ കിടക്കേണ്ടിയിരുന്ന നമ്മളെ വിളിച്ചു വേർതിരിച്ചെന്ന് നമുക്ക് ക്ഷമയാൽ ദൈവം അവിടെ കൃപ തരികയാണ്. നമ്മെ ദാനം നൽകി, കൃപദാനം നൽകി, രക്ഷയെന്ന് പറയുന്ന ദാനം നമുക്ക് ദൈവം തന്നു. ദൈവത്തിൻ്റെ ക്ഷമയാൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് നമ്മൾ രക്ഷയിലേക്ക് വന്നു. ഈ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോയെങ്കിൽ ഇനിയും യേശു ക്രിസ്തു തിരിച്ചു വരും. മരിച്ചാലും എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവ്, അതുകൊണ്ട് ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മിൽ കർത്തൃത്വം നടത്തുന്നവൻ, നമ്മുടെ സകല കാര്യത്തിൻ്റെയും അധികാരിയായിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ ചുമതലപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ വളർത്തുവാനും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുവാനുമുള്ള സകല അധികാരവും യേശുവിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനു ഭാരപ്പെടണം? നമ്മുടെ കാര്യങ്ങളെ നോക്കുവാൻ ഇവിടെ ദൈവ മക്കളാകാനുള്ള അവകാശമാണ് ദൈവം തന്നത്. അങ്ങനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നമ്മുടെ പിതാവ് അറിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തുവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരാൻ കർത്താവ് ഒരുക്കമാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഈ ലോകത്തിലുള്ള ധനസ്ഥാനമാനങ്ങളാണെന്ന് കരുതരുത്. നമുക്ക് ഈ സകല ആത്മീയ സമ്പത്തുകൾ നൽകിക്കൊണ്ട്, എന്നാൽ നമ്മൾ മക്കളാകയാൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെയും തരുവാൻ അവിടെ കർത്താവ് തയ്യാറാകും. നമുക്ക് ദൈവമക്കളാകാനുള്ള അവകാശമാണ് ദൈവം നമുക്കവിടെ തന്നത്. യേശുവിനെ നാം സ്വീകരിച്ചതിലൂടെ ഇപ്പോൾ നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന ദൈവമാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ സകലത്തിൻ്റെയും സൃഷ്ടിതാവായിട്ടുള്ള, സകലത്തിൻ്റെയും ഉടയവനായിട്ടുള്ള നമ്മുടെ പിതാവ്, ആ പിതാവിൻ്റെ കുഞ്ഞാണ് ഞാനെന്ന് പറയുവാൻ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ എത്ര കോടികൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും ഈ അവകാശം പറയാൻ പറ്റില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കുഞ്ഞാണ് ഞാനെന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മീയ സമ്പത്ത്, ആ ഒരു ബന്ധത്തിലൂടെ നമുക്ക് ലഭിച്ചേക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ പുത്രനാകുവാൻ ദൈവം നമുക്ക് ആ ഒരു അവകാശം തന്നത്. എവിടെയോ നശിച്ചു പോകേണ്ടുന്നവരായിരുന്നു നമ്മൾ. അവിടെ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ഇന്ന് ഏറ്റവും നല്ല രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നും തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വിളിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ വരുന്ന നാളുകൾ അടുത്തു കഴിഞ്ഞു. യേശുവിൻ്റെ കൃപയാലാണ് നമുക്കിതൊക്കെയും ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അധ്യായം വായിച്ചു നോക്കിയാൽ മുഴുവൻ ദാനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾ സ്വാർത്ഥരായി ജീവിക്കില്ല എന്നുള്ളതാണ്. ആ യേശുവിൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ തികഞ്ഞു വരുന്നു. കാരണം നാം എവിടെയൊക്കെ അടിപതറിപ്പോയോ, എവിടെയൊക്കെ നമ്മൾ വീണുപോയോ, എന്തൊക്കെയാണോ നമ്മുടെ വിഷമങ്ങൾ, എന്തൊക്കെയാണോ നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത്, ആവിധ കാര്യങ്ങളിലൊക്കെയും യേശുവിൻ്റെ കൃപ നമ്മിൽ തികഞ്ഞു വരണം. അപ്പം അവിടെ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് സ്വയം സൂക്ഷിക്കുന്നതിലല്ല, അത് പങ്കിടുന്നതിലാണ്. അത് നമുക്ക് കിട്ടിയ നന്മകളായിക്കോട്ടെ, എന്ത് കാര്യം, ആത്മീയമായിട്ടുള്ള അറിവുകളായിക്കോട്ടെ, യേശുവിനെ കുറിച്ചുള്ള വിവരങ്ങളായിക്കോട്ടെ, ഇതൊക്കെയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, മറ്റുള്ളവർ കൂടി കൊടുക്കുക. വീണ്ടും ചിന്തിക്കുക, യേശു ക്രിസ്തു ദരിദ്രനായി. എന്തിനാണ്? നമ്മുടെ പാപഭാരം, എൻ്റെയും നിങ്ങളുടെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നു. നമ്മളെ ധനവാന്മാരാക്കി ദൈവകൃപ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ യേശുവിൻ്റെ കൃപ നമ്മിലേക്ക് തന്നുകൊണ്ട് നമ്മളെ ധനവാന്മാരാക്കി. അത് ഈ പണം ഇവിടെ പൂത്തുപോകുന്ന, നശിച്ചു പോകുന്ന, തീയിലിട്ടാൽ കെട്ടുപോകുന്ന പണം കൊണ്ട് മാത്രമല്ല, ആത്മീയ സമ്പത്ത് നമുക്ക് നേടിത്തന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, കൃപ മനസ്സിലാകുന്നവൻ ദാനശീലനാകും, കൃപ മനസ്സിലാകുന്നവൻ വിനയമുള്ളവനാകും, കൃപ മനസ്സിലാക്കുന്നവൻ നന്ദിയോടുകൂടി ജീവിക്കും. ദൈവത്തിനോട് നന്ദിയായിരിക്കും, കൂടെയുള്ള വ്യക്തികളോടും സ്നേഹവും ദാനവും വിനയവും നന്ദിയുമൊക്കെ ആയിട്ട് കൂടെയുള്ളവരെയും കണ്ടുകൊണ്ട് ജീവിക്കുവാനിടയാകും. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു നമ്മളെ വീണ്ടെടുത്തിരിക്കയാൽ നമ്മളിന്ന് ദൈവമക്കളാകാനുള്ള ആ ഒരു കൃപ, ഒരു രക്ഷ ദൈവം നമുക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ധനവാനാണ്, സ്വർഗമഹത്വമുള്ളവനാണ്. യേശു ക്രിസ്തു ദരിദ്രനായി ക്രൂശ് വരെ താഴ്മ സഹിച്ചുകൊണ്ട് നാം ധനവാനാകുവാൻ വേണ്ടിയിട്ട് ആത്മീയ കൃപ നമ്മിലേക്ക് തന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് തന്നുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതൊക്കെയും നശിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ഇവിടെ തന്നേക്കുന്ന ആയുസ്സിൽ നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ ഈ ഒരു വചനത്താൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തനായിട്ടുള്ള ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലുള്ള കുറച്ച് കഷ്ടങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ ഈ ഒരു ആയുസ്സിൽ കിട്ടിയേക്കുന്ന കഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ഇവിടെ തേങ്ങി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമ്മൾ എണ്ണി തീർക്കുക. അവിടെ എല്ലാം ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിപ്പാനിടയാകട്ടെ. ഇന്ന് നിങ്ങളുടെ വിഷമങ്ങളായിരുന്നാലും സങ്കടങ്ങളായിരുന്നാലും അതെല്ലാം ഒരു പ്രത്യാശയിലേക്ക് വഴി തെളിയിക്കട്ടെ. യേശുവിൽ മുറുകെ പിടിച്ചുകൊള്ളുക, നിങ്ങൾക്ക് മാറ്റമുണ്ടാകും.
യേശു നിങ്ങളെ വഴി നടത്തുന്നുണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവേശ്വരൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.